ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തിരുത്തൽ പാതയിലുള്ള ഇന്ത്യൻ വിപണി തിരിച്ചു കയറാനൊരുങ്ങുന്നു. US വിപണിയിലെ നേട്ടത്തിന്റെ ചുവട് പിടിച്ച ഏഷ്യൻ വിപണികൾ. ഡോളറിനെതിരെ രൂപയ്ക്ക് തുടർച്ചയായ നേട്ടം. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 3% കുറഞ്ഞു. ഇന്നലെ നേട്ടമുണ്ടാക്കി ക്രിപ്റ്റോ കറൻസികൾ. B2B, B2E ഇടപാടുകൾക്ക് ഇ-വേ ബില്ലുകൾക്കൊപ്പം ഇൻവോയ്സ് നിർബന്ധം. 5 കോടിയിലേറെ വിറ്റുവരവുള്ള കമ്പനികൾക്ക് നിയമം മാർച്ച് 1 മുതൽ പ്രാബല്യത്തിലാകും. പുതിയ നിയമം ഇൻവോയ്സും ഇ-വേ ബില്ലും തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന്. മാലദ്വീപ് പ്രതിസന്ധി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു. യാത്രാ വ്യാപാര മേഖലകളിൽ ബഹിഷ്കരണാഹ്വാനം. വ്യാപാര ഇടപാടുകൾ ബഹിഷ്കരിക്കണമെന്ന് വ്യാപാരികൾ. മാലദ്വീപിന് പകരം ഇന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കാൻ ആഹ്വാനം. സോഷ്യൽ മീഡിയയിൽ ചലോ ലക്ഷദ്വീപ് ആഹ്വാനവുമായി സച്ചിനും ടൈഗർ ഷ്രോഫും അടക്കമുള്ള പ്രമുഖർ. പ്രത്യേക സീറ്റുകൾക്ക് വിമാന നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇൻഡിഗോ. മുൻനിരയിലുള്ള സീറ്റിന് 2000 രൂപ വരെ ഈടാക്കും. ബാധകമാകുന്നത് 232 സീറ്റുകളുള്ള A321 വിമാനത്തിലെ പ്രത്യേക സീറ്റുകൾക്ക്. പോയ വാരം വിമാന ടിക്കറ്റ് നിരക്കിലെ ഇന്ധന ചാർജ് ഒഴിവാക്കിയിരുന്നു. പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം നൽകുന്നതിനായി ഡ്യൂട്ടി സമയം പരിഷ്കരിച്ച് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. 48 മണിക്കൂർ പ്രതിവാര വിശ്രമം നൽകും. 2 രാത്രി ലാൻഡിംഗ് ആയി പരിമിതപ്പെടുത്തും. അധിക വിശ്രമം, രാത്രി ഡ്യൂട്ടി സമയങ്ങൾ പുനഃപരിശോധിക്കൽ, പൈലറ്റുമാരുടെ ആരോഗ്യ റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കാൻ എയർലൈനുകൾക്ക് നിർദ്ദേശം. കുറേയധികം സന്തോഷമുള്ള വാർത്തകൾ വരുന്ന ദിവസമാണ്. ഓഹരി വിപണികൾ ഒരു മെച്ചപ്പെട്ട നിലയിലാണ്. മാത്രമല്ല, മാർച്ച് 1 മുതൽ KSEB ബിൽ പേയ്മെന്റ് നിങ്ങൾക്ക് വീട്ടിലെത്തി അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ബില്ലടയ്ക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുമെന്ന് KSEB പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ ആഭ്യന്തര ടൂറിസത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന വാർത്തയാണ്. മറ്റൊന്ന്, ഇന്ത്യൻ കടപ്പത്ര വിപണിയിൽ വലിയൊരു ബൂസ്റ്റിംഗ് ആയിട്ട് ഇന്ത്യൻ കടപ്പത്രങ്ങൾ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ ബ്ലൂംബർഗ് ഇൻഡിസസിൽ, ബ്ലൂംബർഗ് സൂചികയിൽ സ്ഥാനം പിടിക്കുന്നു 2024 മുതൽ എന്ന വാർത്തയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ വിപണിയിലെ മാറ്റങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം വളരെ ഇടിവിലായിരുന്നു ഓഹരി വിപണികൾ ക്ലോസ് ചെയ്തിരുന്നത്. എന്നാൽ ആ ഇടിവിൽ നിന്ന് മാറി ഇന്ന് ഓഹരി വിപണികൾ ഒരു കുതിപ്പിൽ തന്നെയാണെന്ന് പറയാം. ഒരു തിരുത്തലിന്റെ പാതയിൽ നിന്ന് വിപണികളൊന്ന് മാറി ചലിക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 147 പോയിന്റ് ഉയർന്ന് 21,660 എന്ന പോയിന്റിലാണ് ദേശീയ ഓഹരി വിപണി നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. ഓപ്പണിംഗ് 21,653 ആയിരുന്നു. ഹൈ വന്നിരിക്കുന്നത് 21,673. അതുപോലെ തന്നെ സന്തോഷമുള്ള മറ്റൊരു കാര്യം, നിഫ്റ്റി ബാങ്ക് ഓഹരികളും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് ഉണർവിൽ തന്നെയാണ്. 313 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റി ബാങ്ക് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് 100 പോയിന്റ് ഉയർന്ന്. ഇനി നമ്മൾ സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സും വലിയ കുതിപ്പ് 400 പോയിന്റ് ഉയർന്നാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത്. 71,811 എന്ന നിലയിൽ 455 പോയിന്റ് ഉയർന്നാണ് ഇന്ന് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ മാർജിനിലായിരുന്നു വ്യാപാരം തുടങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് വലിയ മാർജിനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ വിപണികൾ ഇങ്ങനെ പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി US ഡോളർ, കഴിഞ്ഞ ദിവസമെല്ലാം രൂപയാണ് ഡോളറിനെതിരെ കരുത്ത് തെളിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചെറിയൊരു മാറ്റമുണ്ട്. ഡോളറിന് 4 പൈസ ഡോളറിന് കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 4 പൈസ കൂടുതൽ ഓരോ ഡോളറിനും കൊടുക്കേണ്ടി വരുമെന്നാണ് ഇത് പറയുന്നത്. 83 രൂപ 09 പൈസയാണ് ഡോളറിന് വേണ്ടി നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് ഇന്ന് നമ്മുടെ അതിഥിയായുള്ളത് ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, എന്തായാലും വിപണിയിൽ നിന്ന് നല്ല വാർത്തകളാണ് വരുന്നത്. ആ തിരുത്തലിൽ നിന്ന് വിപണി ഒന്ന് കരകയറിയിരിക്കുന്നു. നല്ലൊരു എനർജിയിൽ തന്നെയാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. മാത്രവുമല്ല, ഇൻഫോസിസ് അടക്കമുള്ള കമ്പനികളുടെ, HDFC അടക്കമുള്ള കമ്പനികളുടെ ഫലങ്ങൾ, 3ാം പാദ ഫലങ്ങൾ വരാനിരിക്കുന്നു. വൈബ്രന്റ് ഗുജറാത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇത്തരം കാര്യങ്ങളുണ്ട്. മാത്രമല്ല, US വിപണി കഴിഞ്ഞ ദിവസം നല്ല രീതിയിലാണ് അവസാനിച്ചത്. ഏഷ്യൻ വിപണിക്ക് അതൊരു ഉണർവ്, ഏഷ്യക്കാർ ഉണർന്നത് നല്ല വിപണി മാറ്റവുമാണ്. അപ്പൊ ഈ ഇന്നത്തെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും? ശരിയാണ് ക്രിസ്റ്റിന. അതായത് മാർക്കറ്റ് ഇന്ന് വളരെ മുകളിലായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് ഓപ്പൺ ചെയ്തത്. അത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്ന്, ക്രൂഡിന്റെ വില നന്നായിട്ട് താഴ്ന്നു. ഒപ്പക്ക് മറ്റേ ഇത്രയും നാളും പ്രൊഡക്ഷനൊക്കെ പിടിച്ചു വെച്ചിരുന്നത് മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനം വന്നു. അത് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് 78 ലെവലിൽ നിന്ന് ബ്രന്റ് ക്രൂഡ് 76 ലെവലിലേക്ക് താഴ്ന്നു. അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, US ഇൻട്രസ്റ്റ് റേറ്റ് താഴും എന്നൊരു പ്രതീക്ഷയിലാണ് മാർക്കറ്റ് കയറിയിരുന്നത് കഴിഞ്ഞ മാസം. എന്നാൽ അതിനുശേഷം ഉടനെ കുറയ്ക്കൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്ത വന്നിരുന്നു. എന്നാൽ ഇന്നലെ അതിനൊരു ക്ലാരിറ്റി വന്നു. അതായത്
ഇൻട്രസ്റ്റ് റേറ്റ് അധികം വൈകാതെ തന്നെ കുറയ്ക്കും US-ല്. അതാണ് പ്രധാനമായിട്ട് US മാർക്കറ്റില്. അതുപോലെ നാസ്ഡാക്കിലൊക്കെ ഒരുപാട് ഷോർട്ട് പൊസിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കവറിങ്ങും എല്ലാം കൂടിയാണ് ഏകദേശം 2.2% നാസ്ഡാക്കിൽ നില കയറി. അതിന്റെ ഒരു ലാഞ്ചനയാണ് ഏഷ്യൻ മാർക്കറ്റിലും നമ്മുടെ മാർക്കറ്റിലും എല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 21,675 ലെവലിൽ നിഫ്റ്റിയെ സംബന്ധിച്ചോളം നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ആ ലെവൽ കട്ട് ചെയ്ത് പോകാൻ ഈ ഇന്നത്തെ ദിവസം ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ഇന്ന് വിപണികൾ ആ ഒരു ലെവലിൽ കട്ട് ചെയ്ത് കയറും എന്ന് തന്നെ വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ വളരെ നല്ല വാർത്തകളാണ് സാമ്പത്തിക ലോകത്ത് നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം www.24news.com എങ്ങനെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരു എക്സ്പ്ലെയിനർ ഉണ്ട്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഉച്ചയ്ക്ക് 1:30 കാണാം. നമസ്കാരം. ബാക്ക് ടു SKN. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.